ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ കായിക മേഖല മാറ്റത്തിന്റെ പാതയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചെന്നൈയിൽ തുടക്കമായി. രാജ്യത്തെ അധസ്ഥിത കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഉത്തർപ്രദേശിൽ അതീവ സുരക്ഷ. അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കിയ രാജ്യത്തെ 19 കുട്ടികൾക്ക് ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് കേരളത്തിൽ മികച്ച പ്രതികരണം. ദുരന്ത നിവാരണത്തിൽ രാജ്യത്ത് 70,000 പേർക്ക് എൻഡിആർഎഫ് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ തുടക്കം കുറിച്ചു. രാജ്യത്തിന്റെ കായിക മേഖല മാറ്റത്തിന്റെ പാതയിലാണെന്നും മനോഹരമായ ചെന്നൈ നഗരത്തിൽ പരിപാടി നടക്കുന്നതിൽ ഏറെ സന്തോഷമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ये चैंपियंस पैदा करने वाली धरती है. इस भूमि ने टेनिस में नाम रोशन करने वाले अमृतराज ब्रदर्स को जन्म दिया. इसी धरती से हॉकी टीम के कप्तान भास्करन निकले, जिनकी कप्तानी में भारत ने ओलंपिक में गोल्ड मेडल जीता. ചെന്നൈ, മധുര, ട്രിച്ചി, കോയമ്പത്തൂർ എന്നീ നഗരങ്ങളിലെ 15 വേദികളിലായി ഈ മാസം 31 വരെയാണ് യൂത്ത് ഗെയിംസ് നടക്കുക. 26 ഇനങ്ങളിലായി 5600 കായിക താരങ്ങൾ മത്സരിക്കും. ആകാശവാണി, ദൂരദർശൻ പ്രക്ഷേപണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള 250 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. നവീകരിച്ച ഡിഡി തമിഴ് ചാനൽ, FM പ്രോജക്ടുകൾ, ട്രാൻസ്മിറ്ററുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിക്ക് നഗരവീഥികളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. നാളെ തിരുച്ചിറപ്പള്ളിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തും. ധനുഷ്കോടി കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി പ്രത്യേക പൂജകളിലും പങ്കെടുക്കും. സുഗമമായ വ്യാപാരം, തദ്ദേശീയ ഉൽപ്പന്ന സംരംഭങ്ങൾ, വിവിധ മേഖലകൾ സംയോജിച്ചുള്ള പ്രവർത്തനം എന്നിവ രാജ്യപുരോഗതിക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ബോയിങ്ങിന്റെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായി പിന്നോട്ടുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോയിങ് സുകന്യ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. ആഗോള ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് രാജ്യത്ത് വനിതാ പൈലറ്റുമാരുടെ എണ്ണമെന്നും രാജ്യത്തിനുള്ളിൽ തന്നെ വിമാനങ്ങൾ പൂർണ്ണമായും നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ അധസ്ഥിത കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ അധസ്ഥിതരുടെ ജീവിതം സുഗമമാക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആരംഭിച്ചതായും 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയിൽ നിന്നും കരകയറ്റിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിനകം 4 കോടി വീടുകളും 10 കോടി ശൌചാലയങ്ങളും നൽകി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അടുത്ത 5 വർഷത്തേക്ക് കൂടി നീട്ടുമെന്നും ശ്രീ മോദി പ്രഖ്യാപിച്ചു. PM ആവാസ് യോജന പ്രകാരം പൂർത്തിയാക്കിയ 90,000 വീടുകളും സോലാപൂരിലെ റെയിൽ നഗർ ഹൌസിംഗ് സൊസൈറ്റിയുടെ 15,000 വീടുകളും അദ്ദേഹം സമർപ്പിച്ചു. മുൻ സർക്കാരുകൾ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന മുദ്രാവാക്യങ്ങൾ മാത്രമാണ് മുഴക്കിയതെന്നും അത് പ്രാവർത്തികമാക്കുന്നതിൽ വിജയിച്ചില്ലെന്നും പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ സുതാര്യമായ സർക്കാരിലൂടെ ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2,000 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന 8 അമൃത് പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. PM സ്വനിധി പദ്ധതിയിലൂടെയുള്ള ധനസഹായവും പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ഡെസ്ക്. അപൂർവ ചന്ദ്ര വിലയിരുത്തി. അയോധ്യയിലും സംസ്ഥാനത്തുടനീളവും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള നിരവധി പൂജകളും ഇന്ന് നടന്നു. ഈ മാസം 22-ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്.
ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ ഈ മാസം 22-ന് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. കല, സാംസ്കാരികം, ധീരത, നൂതനത്വം, സാമൂഹിക സേവനം, കായികം എന്നീ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച 19 കുട്ടികൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. 5 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള 9 ആൺകുട്ടികളും 10 പെൺകുട്ടികളുമാണ് പുരസ്കാരത്തിന് അർഹരായത്. ജനുവരി 23-ന് പുരസ്കാര ജേതാക്കളായ കുട്ടികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. ദുരന്ത നിവാരണത്തിൽ രാജ്യത്ത് 70,000 പേർക്ക് എൻഡിആർഎഫ് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. ഇതുവരെ 13,000 വോളണ്ടിയർമാർക്ക് എൻഡിആർഎഫ് പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ എൻഡിആർഎഫിന്റെ 19ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ കീഴിൽ നടപ്പാക്കിയ 670 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു. സുരക്ഷയ്ക്കും ദേശീയ പുരോഗതിക്കുമായി അതിർത്തി പ്രദേശങ്ങളെ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന കടലാസ് പതാകകൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര നിർദ്ദേശം. ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആഭ്യന്തര മന്ത്രാലയം കത്തയച്ചു. 2002-ലെ ഫ്ളാഗ് കോഡ് വ്യവസ്ഥകൾ കർശനമായി പാലിക്കാനും മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഗ്രൂപ്പ് ഓഫ് 77ന്റെ 3ാം ദക്ഷിണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നാളെ ഉഗാണ്ട തലസ്ഥാനമായ കമ്പാലയിലെത്തും. 3 ദിവസം അദ്ദേഹം കമ്പാലയിൽ തുടരും. വസുധൈവ കുടുംബകം, ലോകം ഒരു കുടുംബം എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് ഉച്ചകോടിയുടെ പ്രമേയമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഗാണ്ടയിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും യാത്ര പര്യടനം നടത്തി. കോട്ടയം ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം പാലായിൽ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഈരാറ്റുപേട്ടയിലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തി. തൃശൂർ ജില്ലയിലെ നഗരമേഖലകളിലായിരുന്നു ഇന്നത്തെ പര്യടനം. മലപ്പുറത്ത് തവനൂർ, കാലടി പഞ്ചായത്തുകളിൽ നടന്ന യാത്ര രാജ്യസഭാ എംപി ഭുവനേശ്വർ കലിത ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തുടനീളമുള്ള മികച്ച പ്രതികരണം കണക്കിലെടുത്ത് യാത്ര അടുത്ത മാസവും തുടരും. ശബരിമല മകരവിളക്ക് മഹോത്സവ ചടങ്ങുകൾക്ക് ഇന്ന് സമാപനം. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മറ്റന്നാൾ രാവിലെ 6-ന് ശേഷം ക്ഷേത്രനട അടയ്ക്കും. നാളെ രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കും വരെ ഭക്തർക്ക് ദർശനം നടത്താനാകും. ഇന്ന് രാത്രി 9-ന് അത്താഴ പൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് നടക്കും. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സർവീസിലൂടെ കെഎസ്ആർടിസിക്ക് ലഭിച്ചത് 38.88 കോടി രൂപയുടെ വരുമാനം. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ അനുഭവപ്പെട്ട മൂടൽമഞ്ഞ് ദൂരക്കാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു. യുപിയിലും ഉത്തരാഖണ്ഡിലും ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. തെലങ്കാനയിലെ കാണ്ടി ഐഐടി ഹൈദരാബാദിൽ മെഗാ R&D ഫെയറിന്റെ 2ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾ ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നതിൽ രാജ്യം ഒരു സുപ്രധാന പങ്കായി മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റാഞ്ചിയിൽ നടന്ന FIH വനിതാ ഹോക്കി ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ജപ്പാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി. മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മത്സരിക്കാനാകില്ല. യുഎസിലെ ടെക്സസിൽ നടന്ന ലോക ടേബിൾ ടെന്നീസ് ഫീഡർ വനിതാ സിംഗിൾസിലെ കിരീട നേട്ടത്തിന് ഇന്ത്യൻ താരം ശ്രീജ അകുലയെ അഭിനന്ദിച്ച് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഈ നേട്ടത്തിലൂടെ അകുല രാജ്യത്തിന്റെ യശസ് ഉയർത്തിയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 496 പോയിന്റ് ഉയർന്ന് 71,683-ലും ഓഹരി സൂചിക നിഫ്റ്റി 160 പോയിന്റ് വർദ്ധിച്ച് 21,622-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ കായിക മേഖല മാറ്റത്തിന്റെ പാതയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചെന്നൈയിൽ തുടക്കം. രാജ്യത്തെ അധസ്ഥിത കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഉത്തർപ്രദേശിൽ അതീവ സുരക്ഷ.
അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കിയ രാജ്യത്തെ 19 കുട്ടികൾക്ക് ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് കേരളത്തിൽ മികച്ച പ്രതികരണം. ദുരന്ത നിവാരണത്തിൽ രാജ്യത്ത് 70,000 പേർക്ക് എൻഡിആർഎഫ് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.